എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി. ഇപ്പോഴാ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നലത്തെ റീഡിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ വേണമെങ്കിൽ എടുക്കാം നമുക്ക്. ഇന്നലെ ഞാനൊരു റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് തീർച്ചയായിട്ടും ഇത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ, ഞാൻ ഇവിടെ പറയുന്ന നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വലിച്ചിഴച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കുക, നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോൾ കാണുന്നു അപ്പോഴേക്കും നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയുക, ടാരോട്ട് കാർഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർദ്ദേശം മാത്രമായിട്ട് എടുക്കുക. ജീവിതത്തിൽ വളരെ നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതിനെ ഒരു സൈഡായിട്ട് നമുക്ക് ഈ ഒരു ഉപദേശം കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതുപോലെ എൻ്റെ ചാനലിൽ ഞാൻ വരുന്ന വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടി, അതിൽ പുരുഷനാവാം സ്ത്രീ ആകാം, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് നടത്തി മാറ്റിയ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് റീഡിങ്ങിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ ഇതിനെ പറ്റി വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ് തന്നെയാണ്. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിലെ നിലവിലത്തെ അവസ്ഥയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയെ പറ്റി കൂടുതൽ ഒരു വ്യക്തത ആ ഒരു വ്യക്തിക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്വഭാവം, ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു മാനസിക ഐക്യമില്ല എന്ന് തന്നെയാണ് വീണ്ടും കാർഡുകൾ പറയുന്നത്. അത് തന്നെയാണ്, അതായത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു മാനസിക ഐക്യവുമില്ല. ഇവിടെ അവർ വൈകാരികമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, നിങ്ങളുടെ വ്യക്തിയും അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ. പക്ഷേ അങ്ങനെയല്ല. തീർച്ചയായിട്ടും അവർ ഒരുപാട് മാനസികമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കിടയിൽ ഒരു ആത്മബന്ധം ഇപ്പോഴില്ല. ആദ്യം ഒരുപാട് ആകർഷണം ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിൽ. അതായത് നിങ്ങളെക്കാളും ഹാൻസം ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ക്വാളിറ്റി ഉണ്ടെന്ന് അവർ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാവാം ഈ ഒരു തേർഡ് പാർട്ടി. ഒരുപാട് ആകർഷണവും ഒരുപാട് ആസക്തി അഥവാ ഒബ്സഷനൊക്കെ ഉള്ളൊരു ബന്ധമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോഴും ആ ഒരു ബന്ധത്തിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു ഒബ്സഷൻസും ഒരു അട്രാക്ഷനും ആ ഒരു ബന്ധത്തിലില്ല. അതായത് ഒരുപാട് പ്രതീക്ഷകളൊക്കെ കൊടുത്ത് പോയൊരു ബന്ധമാണ് ഈ ഒരു വ്യക്തി. ഈ ഒരു ബന്ധത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ കൊടുത്ത് പോയതാണ്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു ആ ഒരു മാധുര്യമൊന്നും ആ ഒരു ബന്ധത്തിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. അത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ ലവറാവാം, ആരുമാവാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം പറഞ്ഞു പോയേ പറ്റൂ. തീർച്ചയായിട്ടും ഇതൊരു വ്യക്തിഗത റീഡിംഗ് അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഒരു കൂട്ടം വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അവരൊട്ട് ഹാപ്പി അല്ല, ഇപ്പോഴത്തെ ബന്ധത്തിൽ അവരൊട്ട് ഹാപ്പി അല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നേടിയതായിട്ട് അവർക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഒരു നാടകീയതയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് തേർഡ് പാർട്ടിയുടെ നാടകീയമായിട്ടുള്ളൊരു ഓവർ ഡ്രാമാസൊക്കെ എൻഡ് ആയതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും
ഒരു മെലോ ഡ്രാമ പോലെ ഒരുപാട് ഡ്രാമാസ് ഇവർ ഇറക്കിയിട്ടുണ്ട്. അവരുടെ ട്രംപ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമാസാണ്. അതായത് എക്സാജുറേറ്റ് ചെയ്ത് പറയുക, ഭയങ്കര ഒരു നടി അല്ലെങ്കിൽ നടനാണ് ഈ ഒരു തേർഡ് പാർട്ടി. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിപ്പിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതികഠിനമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധം ഒരു കാർമിക് ബന്ധമാണെന്നാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കാർഡ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇവർ തമ്മിലൊരു ഒബ്സഷൻസ് ആണ്, അതായത് ഒരു വഞ്ചനയിലൂടെയും ഇതൊരു ഡെവിൾ കാർഡിന് ഈക്വലൻ്റ് ആണ് ബിയോണ്ട് ഇലൂഷൻ എന്ന് പറഞ്ഞ കാർഡ്. അതായത് ഒരു ചതിയിലൂടെയും വഞ്ചനയിലൂടെയുമാണ് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി തട്ടിയെടുത്തതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിച്ചത് ഒരു വഞ്ചനയിലൂടെയാണ്, ഒരു നേരായ മാർഗത്തിലൂടെ അല്ല എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാർമിക് റിലേഷനാണെന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയായിട്ടുള്ള ഒരു ബന്ധം പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ബന്ധമല്ല തീർച്ചയായിട്ടും. അതായത് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ബന്ധമല്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് അവർ കുറേ നാൾ ഈ ഒരു ബന്ധത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നത്. പക്ഷേ ഇനിയും അവർക്ക് അതിൽ തുടരാനായിട്ട് സാധിക്കില്ല. കാര്യം അവരത്രത്തോളം ജീവിതാനുഭവങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് അവർക്കുണ്ടായി. ഇത്രയും കാലം അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് കടന്ന് വരാതിരുന്നത് ഒരു കാർമിക് ആയിട്ടുള്ള കുറേ കണക്ഷൻസ് ആണ് ഈ ഒരു ബന്ധത്തിൽ കാണുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഏകദേശം എൻഡ് ആകുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ചേഞ്ച് കാർഡ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ബന്ധം എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടു പോകില്ല. കാര്യം ഈ ഒരു വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വൈകാരിക അടുപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി വളരെ തന്ത്രശാലിയായിട്ടുള്ള തേർഡ് പാർട്ടിയാണ്. പല വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ ഒരു ബന്ധത്തിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിന്നത് തീർച്ചയായും. പക്ഷേ ഇപ്പോഴാ ഒരു വ്യക്തിക്ക് വളരെ കഠിനമായിട്ടുള്ളൊരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ തേർഡ് പാർട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെത്ര ക്രൂക്കഡ്നെസ് എടുത്തു കഴിഞ്ഞാലും അവർ ചെയ്ത കർമ്മഫലം, അതായത് അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനുള്ള ഫലം അവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അവർ തമ്മിൽ എന്നും ഒരു മാനസികം, അതായത് ഇവരുടെ ഡ്രാമയൊന്നും ഇനി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ചിലവാകില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി അവിടെ നിന്നിട്ടും കാര്യമില്ല. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഇനി ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഡ്രാമയും ചിലവാവില്ല എന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്കിടയിൽ തന്ത്രപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതാണ്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് വന്നതാണ് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. പക്ഷേ അതൊന്നും നടക്കാത്തൊരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇപ്പോഴതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ജീവനും കൊണ്ട് ഓടുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ഈ ഒരു തേർഡ് പാർട്ടിക്ക്. അവരൊരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു ബന്ധത്തിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോഴവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു പുരുഷനാണ് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ. പല നേട്ടങ്ങൾക്കായിട്ടായിരിക്കും അവർ നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളെക്കുറിച്ച് വളരെ അപവാദം പറഞ്ഞു കൊടുക്കുക, അതായത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് അപവാദം പറയുക, അങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്നത് കൂടുതലും നിങ്ങൾക്കും കൂടെ, ഇത് കാണുന്ന വ്യക്തികൾക്കും കൂടെ അറിയാവുന്ന വ്യക്തിയാണ് തേർഡ് പാർട്ടിയായിട്ട് വന്നത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതികഠിനമായ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെയാണെന്ന് കാർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു കാർമിക് ബന്ധമായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇത് ഒരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ വ്യക്തി ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം ഇനി എൻഡ് ആവുന്നത് അതെന്താണ് അത്രയും കാലം ജീവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറേ കർമ്മ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വന്നതാണ് ഈ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ അത് തീർക്കുന്നിടം വരെ അവരുടെ ഒരു പ്രസൻസ് ഉണ്ടാകും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ. അതുകൊണ്ടാണ് ബന്ധം ഇത്രയും നാൾ നീണ്ടുപോയത്. പക്ഷേ ഇനിയും ബന്ധം നീണ്ടു പോവില്ല. കാര്യം ആ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻഡ് ആയതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു തേർഡ് പാർട്ടിക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഈ ഒരു ബന്ധം തുടരാനായിട്ട് താല്പര്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്ന കാർഡുകൾ. ഇവിടെ മാനസിക സംഘർഷങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. ഒരുപാട് പ്രതീക്ഷകൾ
കൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയത്. പക്ഷേ ആ ഒരു പ്രതീക്ഷകൾക്കൊന്നും ഒരു വകയില്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രണ്ടു പേർക്കും ഒരു സമാധാനവും സുഖവും സന്തോഷവും ഒന്നും ലഭിക്കുന്നില്ല ഈ ഒരു ബന്ധം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തല്ലിപ്പിരിഞ്ഞതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അതായത് ഇതൊരു കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ചില കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ എൻഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരെ ഇഷ്ടമില്ല എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ജീവിക്കുന്നത്. തേർഡ് പാർട്ടിയോട് അവർക്ക് ഒരു സഹതാപമാണ്. അവരുടെ ആ ഓവർ ഡ്രാമയും ആക്ടിങ്ങിലും ഒക്കെ വീണുപോയി നിങ്ങളുടെ പേഴ്സണ് ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അതായത് എളുപ്പമെന്ന് വിശ്വസിച്ച് ഇവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ നുണകളൊക്കെ വിശ്വസിച്ചു. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാർഡുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല പല തട്ടിപ്പുകളും ഈ ഒരു തേർഡ് പാർട്ടി സാമ്പത്തിക നേട്ടത്തിനും ശാരീരികമായിട്ടുള്ള സുഖത്തിനും അതുപോലെ തന്നെ പല പല കാര്യങ്ങൾക്കും വേണ്ടി ഇവരെ യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോഴേക്കും പിന്നെ പ്രശ്നങ്ങളായി, അനുദിനം പ്രശ്നങ്ങളായി. ആദ്യം തമ്മിൽ ഭയങ്കര ചക്കരയും പീരയായിരുന്നു ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ. പിന്നെ ജീവിതത്തിൽ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് രണ്ടുപേർക്കും കൂടുതൽ മനസ്സിലായത് കാര്യങ്ങൾ കൂടുതലായിട്ട്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ രണ്ടുപേർക്കും ഇടയിൽ, അതായത് നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഇടയിൽ ഒരു തരത്തിലുള്ളൊരു കണക്ഷനും ഒരു തരത്തിലുള്ളൊരു ആത്മബന്ധവും ഇല്ല എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിള്ളൽ സൃഷ്ടിച്ചത് ഈ ഒരു തേർഡ് പാർട്ടിയാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായതായിട്ടാണ് കാണുന്നത്. ഒരു വ്യക്തത വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. എങ്ങനെ ഇവർ ഇത്രയും നാളും ഇങ്ങനെ ചിന്തിച്ച് കിടക്കുമായിരുന്നു എന്തുകൊണ്ട്? അതായത് അവരൊരു ബ്ലാക്ക് മാജിക്കിലൂടെ ആവാം, മാനിപ്പുലേഷൻസിലൂടെ ആവാം, പല പല കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എൻ്റെ ബന്ധം ഇങ്ങനെ തകർന്നു പെട്ടെന്ന്, അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്തുകൊണ്ട് തകർന്നു എന്നൊക്കെയുള്ള അവർ ചിന്തകളിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സണും. പക്ഷേ ഇപ്പോഴാണ് അവർക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടി. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നു, എന്തായിരുന്നു നടന്നതെന്നൊക്കെയുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നത്. അപ്പം ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വൈര്യം കൊടുക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഓരോ നിമിഷം കഴിയുന്തോറും ഈ ഒരു ബന്ധം വഷളാകുന്നതായിട്ടാണ് കാണുന്നത്. അവർ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇപ്പം ഒരുമിച്ച് താമസിക്കുന്നുണ്ടാകും, പക്ഷേ അവർ തമ്മിൽ ഒരു തരത്തിലുള്ളൊരു സ്നേഹമൊന്നുമില്ല ആ ഒരു ബന്ധത്തിൽ. അവർ വിശ്വസിച്ചിരുന്നത് ഭയങ്കര പെർഫെക്റ്റാണ്, വളരെ നല്ലൊരാളാണ്, ജെന്യുവിൻ ആണെന്നൊക്കെയാണ് ഇവർ വിശ്വസിച്ചിരുന്നത് ഈ ഒരു തേർഡ് പാർട്ടി. പക്ഷെ ഒരിക്കലും അല്ല എന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് തേർഡ് പാർട്ടിയെ കടുത്ത മാനസിക വേദനയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം. ജീവിതത്തിൽ ഒരുപാട് സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞു വന്ന തേർഡ് പാർട്ടിയാണ്. കുറേ ആശകളും വ്യാമോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു തേർഡ് പാർട്ടിക്ക്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് നാളെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു കാർമിക് ബന്ധം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാർമിക് ബന്ധമായിട്ടുള്ള തേർഡ് പാർട്ടി ബന്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയുന്നത്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. തേർഡ് പാർട്ടി ഇതിൽ നിന്ന് അവരും അവർ ചെയ്തതൊന്നും ഏൽക്കുന്നില്ല. ഇപ്പം പണ്ട് കുത്തിത്തിരിപ്പൊക്കെ ഏൽക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് അവർ ചെയ്യുന്നിരുന്ന ബ്ലാക്ക് മാജിക്കും തന്ത്രങ്ങളും ഒക്കെ ഏൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അതൊന്നും ഏൽക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അവബോധം ഉണ്ടാകുന്നതായിട്ട് കാണും, ഒരു അവയർനെസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ബന്ധം അവസാനിക്കുന്നതായിട്ട് ഞാൻ പറയുന്നത്. അതായത് പുറമേ നിന്ന് മാത്രമല്ല. അപ്പം ഇപ്പം പേഴ്സൺ ഒരു ബോധോദയം വന്നിട്ടുണ്ട്. ഒരു വ്യക്തിയെ അവരുടെ ബാഹ്യരൂപങ്ങളിൽ കണ്ടിട്ട് ഒരിക്കലും വഞ്ചിതരാവാതിരിക്കുക. ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിലേഷൻഷിപ്പായാലും ഫ്രണ്ട്ഷിപ്പായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ ഒരു ചിന്ത ആ ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ട്. കാര്യം ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും വിശ്വസിച്ചാണ്, ഒരു ഫ്രണ്ടായിട്ട് വിശ്വസിച്ച ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഫ്രണ്ടായിട്ട് വിശ്വസിച്ചൊരു വ്യക്തിയായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി. നിങ്ങളുടെ ഫാമിലി മെമ്പറാവാം ഈ ഒരു തേർഡ് പാർട്ടി, ഫ്രണ്ടാവാം, നിങ്ങൾ അറിയുന്ന ആളാവാം. പക്ഷെ ഇപ്പം പണി കിട്ടിയിരിക്കുവാണ് പേഴ്സണ്.
അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ്. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ. എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. തീർച്ചയായും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ നമ്പറും കൂടെ ചേർക്കാം. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യവും ഞാൻ ഇവിടെ പറയുന്നത് റെസണേറ്റ് ആവില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അതായത് ഇതെൻ്റെ റീഡിംഗ് അല്ല. ഇപ്പം നിങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് നമുക്ക് എൻ്റെ റീഡിംഗ് അവസാനിപ്പിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.